നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മനസ്സിൻ്റെ ആരോഗ്യവും. മാനസിക രോഗത്തിന് ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പലായ ഡോക്ടർ MP ഈശ്വര ശർമ്മ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ മാനസിക രോഗത്തിൻ്റെ ചികിത്സയും കോട്ടക്കൽ ആയുർവേദശാലയായിട്ടുള്ള ബന്ധം? 40 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ കേരളത്തിൽ മാനസിക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാഴ്ചപ്പാടും അതിന് ആയുർവേദത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി, ആയുർവേദശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പത്മഭൂഷൺ PK വാര്യർ ആലോചിക്കുകയും അന്നത്തെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. അത് ആയുർവേദശാലയുടെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് തുടങ്ങിയത്. പിന്നീട് അത് സർക്കാരുമായി സഹകരിച്ചിട്ട് ഇന്നിപ്പോൾ അതൊരു നല്ല മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് അറിയപ്പെടുന്ന ഒരു 19 ബെഡുള്ളൊരു ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട്. അതിനുശേഷം കോട്ടക്കൽ ആയുർവേദ കോളേജിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പേ ഒരു OP സാധാരണ രോഗികളിൽ വരുന്ന മാനസിക രോഗങ്ങളെപ്പറ്റി പഠിക്കാനും അത് ഗവേഷണം നടത്താനും ഒക്കെ താല്പര്യത്തോടു കൂടി അങ്ങനെ ഒരു OP സ്റ്റാർട്ട് ചെയ്തു. അതിന് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതായത് ആയുർവേദത്തിൽ ആദ്യമായിട്ട് തന്നെ മെൻ്റൽ ഡിസോർഡേഴ്സിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് MD മനോവിജ്ഞാനൻ ഏവം മാനസരോഗ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷനാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഏകദേശം 10-60 തിസീസെങ്കിലും കഴിഞ്ഞു, അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. ഗവേഷണത്തിൽ പല രോഗങ്ങളെ പറ്റിയിട്ടും പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ഒരു 3 മരുന്നുകൾ കണ്ടുപിടിച്ച് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കോളേജിന് വേണ്ടി സംഭാവനയായിട്ട് നടത്തിയിട്ടുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 കോൾ കട്ടായിരുന്നു. ഡോക്ടർ, ഈ മാനസിക രോഗത്തിലേക്ക് വരുന്നതിന് മുൻപേ എന്താണ് മാനസിക ആരോഗ്യം എന്ന് വിശദീകരിച്ചു തരാം? മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിലും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒരു സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നതിനാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തെ മനസ്സിലാക്കണോ അതിന് വേണ്ടതാണ് ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അപ്പോൾ കണ്ണുകൊണ്ട് അറിയുന്നൊരു വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണിലുള്ള ഇന്ദ്രിയം കൊണ്ടാണ്. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ തിരിച്ചറിയുന്നു, അതിന് സ്വസ്ഥത ഉണ്ടാവണം. അതുപോലെ ആത്മീയമായതെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആത്മാവിൻ്റെ സങ്കല്പങ്ങളുണ്ട്. മനസ്സും ആത്മാവും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മീയ ശക്തി ഉണ്ടാവും. അതുതന്നെയാണ് മനസ്സിനും. അപ്പം മനസ്സിന് തന്നെ 2 ദോഷങ്ങളുണ്ട്, രജസ്സും തമസ്സും എന്ന് പറയുന്നത്. അത് രണ്ടിൻ്റെയും സമാവസ്ഥ ഉണ്ടാവും വേണം. അതിൽ ഏറ്റവും ഫലപ്രദമായിരിക്കുന്ന സത്വം എന്ന് പറയുന്ന ഗുണമാണ്. ഇത് രണ്ടിൻ്റെയും ദോഷങ്ങൾ പരിഹരിക്കുമ്പോൾ സത്വബലം കൂടുതലാവും. ഇതാണ് മാനസികാരോഗ്യത്തിൻ്റെ ശരിക്കുള്ള ഒരു ഡെഫിനിഷൻ. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. സമദ് സാറേ, എനിക്ക് ഹലോ പറഞ്ഞോളൂ. സാറേ, സമദാണ്. പിന്നെ മനസ്സിന് വിഷമുണ്ട്, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിനിക്സ് എക്സാറും നോവൽറ്റി 25ഉം. പിന്നെ എന്താ വിഷമമുണ്ടാകുന്ന വേറൊരു ഗുളികളുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാണ്, കുറവുണ്ട്. ഒന്നുകൂടി ആയുർവേദമല്ലേ നല്ലതെന്നുള്ളത്. അതിൽ ഭയമാണോ ശരിക്കുള്ള പ്രകടമായിരിക്കുന്ന വികാരം? ഏതാ ഭയമാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഭയം ഉണ്ട്. ചിലപ്പോ മുമ്പൊക്കെ ആളുകൾ നോക്കുമ്പോ തന്നെ ഒരു ഭയമായിരുന്നു. പിന്നെ ഭയങ്കര ധൃതി, സ്പീഡ്, ശ്രദ്ധ കുറവ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അകാരണമായ ഭയം, വല്ലാതെ ശ്രദ്ധക്കുറവ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മനസ്സിന് സമ്മർദ്ദം ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും. അങ്ങനെ വല്ല സംഭവം ഓർമ്മയുണ്ടോ? അങ്ങനെയൊന്നും ഓർമ്മയില്ല. എന്ത് കാര്യങ്ങളും ശരിക്ക് ആലോചിച്ച് ചെയ്യാൻ കഴിയണില്ല, മനസ്സിൽ നിൽക്കുന്നില്ല, മറവിയുണ്ട്. അത് ക്രമേണ മറവിയായിട്ട് വരും ഈ രോഗത്തിൽ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക. എന്താണ് മിസ്റ്റർ സമദിന്റെ ജോലി? എന്താ? ഞാൻ ടൈലറാണ്. അതെ. ഇപ്പോൾ രാത്രി ഉറക്കമൊഴിക്കലുണ്ടോ?
ഉറക്കം ചിലപ്പോ രാത്രി ഒരിക്കലല്ല, ഉറക്കം കുറവാണ് രാത്രി. ഉറക്കം പകലാണ് കിട്ടുന്നില്ല അധികം ഉറങ്ങല്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ജോലി ചെയ്യാനൊന്നും കഴിയൂല. ഇപ്പൊ പെട്ടെന്ന് ഈ ഇംഗ്ലീഷ് മരുന്ന് നിർത്താൻ പാടില്ല, ക്രമേണ അത് നിർത്താൻ പാടുള്ളൂ കേട്ടോ. അതിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ജീവിതത്തിലൊരു ചിട്ട വരുത്തുക. ആഹാരത്തിനും മറ്റേ നമ്മുടെ വ്യായാമം, ഉറക്കം, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയും അതിനനുസരിച്ചിട്ട് ഒരു നെയ്യ് കഴിക്കാനുണ്ട് ഇതിൽ. പിന്നെ പഞ്ചഗവ്യ ഘൃതം എന്ന് പറഞ്ഞിട്ടൊരു നെയ്യുണ്ട്. ആ നെയ്യ് രാവിലെയും രാത്രിയും 2 ടീസ്പൂൺ വീതം കഴിക്കാൻ സാധിക്കണം. അത് കഴിക്കുന്നതോടൊപ്പം നമ്മുടെ വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാല് കഴിക്കുന്നത് നല്ലതാണ്. നല്ല പശുവും പാല് കിട്ടുവെച്ചാൽ അത് കഴിക്കുക. നല്ല വ്യായാമം ചെയ്യുക. പിന്നെ ഒരു നമ്മൾ വല്ല ഉപദ്രവങ്ങൾ, മനസ്സിന് വിഷമമുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതാണ് വേണ്ടത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ മാനസിക രോഗം ഉണ്ടാകുന്നത് മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണോ, അതോ പാരമ്പര്യം, അങ്ങനെ സമൂഹം, അങ്ങനെയുള്ള ഘടകങ്ങൾ ഇതിനുണ്ടോ? അതും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജീവിത ശൈലികളോ ഒക്കെ മാനസിക രോഗം ഉണ്ടാക്കുമെങ്കിലും പൊതുവെ ഇതിനൊരു ചെറിയ പാരമ്പര്യം കൂടി ഇതിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ചില രോഗങ്ങളൊക്കെ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ അല്ലെങ്കിൽ 3ാം തലമുറയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വരാറുണ്ട്. അതുമല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാനസികാരോഗ്യത്തിന് വരുന്ന തകരാറുകൾക്ക് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അവരതിനെപ്പറ്റി ആദ്യം തന്നെ ഒന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ കുറേ നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു വ്യക്തി മാനസിക രോഗിയായി മാറുന്നു എന്ന് തിരിച്ചറിയാൻ എങ്ങനെയാണ് കഴിയുന്നത്? അത് അയാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുക. നമ്മളിപ്പോൾ ഓരോ ആചാരങ്ങളും ചേഷ്ടകൾ, പിന്നെ ബുദ്ധിയിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ വരുന്നത് ഒരു ചെറിയ ഡെഫിനിഷൻ തന്നെ അതിൽ പറയുന്നത് ഉന്മാദം പുനർമനോബുദ്ധി സംജ്ഞാജ്ഞാന സ്മൃതി ഭക്തി ശീല ചേഷ്ട ആചാര വിഭ്രമം വിദ്യാത്. അതിലിപ്പോൾ നമ്മുടെ സംജ്ഞാജ്ഞാനം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സാണ്. നമുക്ക് വരുന്ന ശരിയായ ബോധത്തിൽ വരുന്ന മാറ്റം, നമ്മളെ ചേഷ്ടയിൽ വരുന്ന മാറ്റം, ആചാരത്തിൽ വരുന്ന മാറ്റം, സ്മൃതിയിൽ വരുന്ന മാറ്റം, ബുദ്ധിയിൽ വരുന്ന മാറ്റം, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസിക രോഗത്തിൻ്റെ തുടക്കങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ഇതിനുള്ള ചികിത്സ മരുന്നുകളിലൂടെയാണോ അതോ എന്തെല്ലാം രീതികളിലൂടെയാണ്? അത് ഔഷധങ്ങളിൽ കൂടി ആവാം. ചില മരുന്നുകൾ നമ്മൾ ഫ്രഷായിട്ട് ജ്യൂസായിട്ട് അരച്ചു കഴിപ്പിക്കാം. അതല്ലെങ്കിൽ മരുന്നുകൾ പ്രിപ്പയർ ചെയ്തിട്ട് നെയ്യായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ചില ഡ്രഗുകൾ പൊടിച്ചിട്ട് കൊടുക്കാം, അരിഷ്ടമായിട്ട് കൊടുക്കാം, കഷായമായിട്ട് കൊടുക്കാം. ഇങ്ങനെ പല സമ്പ്രദായങ്ങളുണ്ട്. പക്ഷേ ഇത് കൊടുത്തതുകൊണ്ട് മാത്രം പോരാ, ചിലപ്പോൾ ശരീരശുദ്ധിയും കൂടി ചെയ്യേണ്ടി വരും. അതായത് ചില ചികിത്സാ പദ്ധതികളൊക്കെ ഉണ്ട്. പഞ്ചകർമ്മം എന്ന് പറയുന്ന ചികിത്സാ പദ്ധതികളുണ്ട്. വമനം, വിരേചനം, നസ്യം, വസ്തികൾ, ഇതൊക്കെ ആയിട്ട്. ഈവൻ ചില സ്ഥലത്ത് രക്തമോക്ഷം എന്ന് പറയുന്ന ചികിത്സാ പദ്ധതി കൂടി പറയുന്നുണ്ട്. സുശ്രുതൻ എന്ന് പറയുന്ന ആചാര്യൻ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ പൊതുവെ ഇപ്പോഴൊക്കെ ചെയ്യുന്നത് കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ അഞ്ജനം എന്ന് പറയുന്ന സമ്പ്രദായം, കണ്ണിൽ മരുന്ന് പറ്റുക. അതുപോലെ തന്നെ നമ്മൾ അഞ്ജനം എഴുതില്ല, അതേപോലെ തന്നെ. അതുപോലെ തന്നെ ധൂപം എന്ന് പറയുന്ന പരിപാടി, പുകയേൽപ്പിക്കുക. ഉദാഹരണത്തിന് ബുദ്ധിമാന്യം വരുന്ന കുട്ടികൾക്ക് പുകയേൽപ്പിക്കുന്നത് ഞങ്ങളുടെ അവിടെ ഒരു ഗവേഷണത്തിൽ കൂടി വളരെയധികം ഫലപ്രദമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള രോഗാവസ്ഥകളുണ്ട്, ഇതൊന്ന് വിശദീകരിച്ചു തരാമോ? രോഗാവസ്ഥകൾ ശരിക്കും പറഞ്ഞാൽ ദോഷങ്ങളിൽ ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. വാതം, പിത്തം, കഫം, പിന്നെ ഇത് രണ്ടും എല്ലാം കൂടി സമ്മിശ്രമായിട്ടുള്ളത്. പിന്നെ ആധിജം എന്ന് പറയുന്നത്, ആധിജം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ കാര്യമായിട്ട് വന്നാൽ അതുകൊണ്ടുണ്ടാവുന്നത്. അതുപോലെ വിഷജം എന്ന് പറയുന്നത്, വിഷജം എന്ന് പറയുന്നതിൽ കുറേയൊക്കെ മദ്യം കഴിക്കുന്നതും അതുപോലെ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ചില ഡ്രഗുകളൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ. അപ്പം മരിജുവാന, അങ്ങനെയുള്ള ചില കഞ്ചാവ്, അങ്ങനെയൊക്കെയുള്ള പ്രയോഗത്തിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടും മാനസിക രോഗം ഉണ്ടാവാം. ഇതാണ് ഞങ്ങൾ പറയുന്നത്.
അപ്പോൾ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ്? ഇപ്പോൾ മദ്യപാനം, മയക്കുമരുന്നുകളൊക്കെ ഇതിന് ശരീരത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് മാനസികമായിട്ടും ബാധിക്കുന്ന ഒന്നാണ്. ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇതിൽ പ്രധാനമായിട്ട് ഇത്തരം ഇതിലൊക്കെ വരുന്നത് ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു ജീവിത സമ്പ്രദായമാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം കാശുണ്ട്, അല്ലെങ്കിൽ കാശ് എവിടെന്നെങ്കിലും സംഭരിക്കുക, എന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ പോവുക. ഇതൊക്കെ ഇപ്പോൾ യൗവന കാലത്തുണ്ടാവുന്ന ഒരു ഇതിനോടുള്ള വിഷയാസക്തികളാണ്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് അവരെ ശരിക്ക് ഒരു റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത്, പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മിഥ്യയായിരിക്കുന്ന കാര്യങ്ങളാണിതൊന്നും, ഒരു വെർത്ത്ലെസ്നെസ് ഈ ജീവിതത്തിൽ വരുന്നത് ശരിയല്ല എന്നൊക്കെ കാണിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് അവരെ അറ്റൻഷൻ തിരിച്ചു വിടാൻ സഹായിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ മരുന്നുകളും ഇതൊക്കെ ചെയ്യണം. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാരീസിൽ നിന്ന് വന്ന ഒരു സൈക്യാട്രിസ്റ്റ് ദമ്പതികൾ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഗ്രാമം ദത്തെടുത്തിട്ട് 6 മാസം കൊണ്ട് മദ്യവിമുക്തി നടത്തി. അവിടുത്തെ എല്ലാവരും മദ്യപാനാസക്തികൾ ഇല്ലാണ്ടാക്കി. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ഇതിനോട് കഞ്ചാവ് പോലുള്ള ഏതൊരു സാധനത്തിനോടൊക്കെ ആസക്തി കൂടുകയും അവരൊക്കെ വീണ്ടും അതിലേക്ക് ഷിഫ്റ്റ്. അപ്പോൾ അതിനെന്തായിരുന്നു കാരണം എന്നാണ് അവർ ചോദിച്ചത്. കാരണം അവർ 24 മണിക്കൂറും ഈ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട്, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയപ്പം അതിനാണ് ഈ പറഞ്ഞത്, നമ്മൾ റീഹാബിലിറ്റേഷനിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കണം അത്തരം ചികിത്സകളിൽ. പിന്നെ ശരീരശുദ്ധി ശരിക്കും ചെയ്യുന്നത് ഞങ്ങളെ ശാസ്ത്രപ്രകാരം ഒരു ദിവസം ശരീരശുദ്ധി ചെയ്യാം, ഒരു വാരത്തിൽ ഒരു 7 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഋതുസന്ധികളിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടാവാൻ, മാനസികമോ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നെയ്യ് എന്ന് പറയുന്നതാണ് മേധ്യമായിരിക്കുന്ന ഒരു സാധനം. മസ്തിഷ്കത്തിന് ഏറ്റവും ഹിതമായിരിക്കുന്നത് നെയ്യും ശരീരത്തിന് ഏറ്റവും ഹിതമായിരിക്കുന്നത് മോരുമാണെന്നാണ്. അതൊരു വളരെ ഒരു പ്രത്യേക കൗതുകമുള്ള ഒരു കാര്യമാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത്. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം സുരേഷ്. നമസ്കാരം. ഞാൻ കോട്ടയത്തു നിന്ന് വിളിക്കുന്നേ. ഞാൻ വിളിച്ചത് ഒരു വിശദീകരണം അറിയാൻ വേണ്ടിയാണ്. ഉന്മാദവും ടെമ്പററി ലോബ് എപ്പിലെപ്സിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഒരു വിശദീകരണം തരാമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഈ ഉന്മാദവും അപസ്മാരവും രണ്ടും രണ്ടായിട്ടാണ് ഞങ്ങളതിൽ പറയുന്നത്. ചികിത്സ പലപ്പോഴും സാമ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞ ഈ എപ്പിലെപ്സി അപസ്മാരത്തിൽ പെടുത്തിയിരിക്കുന്നതാണ്. അപസ്മാരത്തിൽ തന്നെ ഞങ്ങൾക്ക് വാതികവും പൈത്തികവും കഫജവും. അപ്പോൾ ഈ വാതികമായിരിക്കുന്ന അപസ്മാരത്തിൽ പെട്ടതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ എപ്പിലെപ്സി, വാതികം. അപ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്നേഹപാനം എന്ന് പറയുന്ന ചികിത്സാ പദ്ധതിയാണ്. അതിന് ആ രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഏത് നെയ്യ് വേണമെന്ന് തിരഞ്ഞെടുക്കുകയും ആ നെയ്യ് കൊടുക്കുന്നതിന് മുമ്പേ കുറച്ച് മോരോ അരിഷ്ടങ്ങളോ കൊടുത്തിട്ട് ശരീരത്തിന് സെറ്റാക്കി വയ്ക്കുകയും പിന്നെ സ്നേഹപാനം എന്ന് പറയുന്ന ചികിത്സാ പദ്ധതി ഓരോ ദിവസം കൂടുന്തോറും ഈ നെയ്യിൻ്റെ ഡോസ് കൂട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ വസ്തിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അതിൽ ഫലപ്രദമായ കാര്യം ഉണ്ടാവും. പക്ഷേ റിക്കറൻസ് വരില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ വയ്യ. EEGയിൽ നോക്കിയിട്ട് ഉണ്ടാകാൻ സാധ്യതകൾ നമുക്ക് മുഴുവൻ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം EEGയിൽ വരുന്ന അബ്നോർമാലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അത് രാത്രിയിലും പകലും ഉള്ള EEG നോക്കുക, വെയ്ക്ക്നെസ് അവരുടെ ബോധതലങ്ങളിൽ ഉള്ളത് നോക്കുക, അവരുടെ മനഃശക്തി, പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി പാരമ്പര്യത്തിൻ്റെ സ്വാധീനത, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ ഒരു അപസ്മാര രോഗിയുടെ സുഖസാധ്യത പറയാൻ പറ്റുക. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാറേ, അതായത് ഈ കലയും ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉന്മാദം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വരുന്നു? വളരെ നല്ല ഒരു ചോദ്യമാണത്. എന്നുവെച്ചാൽ നമ്മുടെ സംസ്കാരത്തിന് വളരെയധികം റോളുണ്ട്. സംസ്കാരത്തിന് കൾച്ചർ എന്ന് പറയുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഈ ഉത്സവങ്ങൾ നടത്തുന്നത് തന്നെ അതാത് കാലത്തെ കൃഷി കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷങ്ങൾ ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധാരണ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൽ കൂടി അവരുടെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സംഗീതത്തിൽ നമ്മൾ ലയം എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അത് ബുദ്ധിയുടെ സ്ഥിരതയ്ക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ സംഗീതവും സാഹിത്യവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ, കുളിർപ്പിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ മാനസിക രോഗങ്ങൾക്ക് ഒരു നല്ലൊരു പ്രതിവിധിയായിട്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ പറ്റും എന്നാണ്. ഇവരെ ഈ ഉന്മാദ ലക്ഷണം പ്രകടിപ്പിക്കുന്നവരെ നമുക്കൊന്ന് തിരിച്ച് രംഗത്തേക്ക് ഒന്ന് കൊണ്ടുവരാം. പക്ഷെ അതിൽ വേറൊരു പ്രത്യേക ഘടകം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സംഗീതം ശരിക്കും ശാന്തമായിരിക്കുന്ന സംഗീതങ്ങൾ വേണം. നമ്മൾ റോക്ക് സോങ് എന്ന് പറയുന്നത് നമ്മൾ
ശരീരത്തിന് മുഴുവൻ അങ്ങനെ പെട്ടെന്ന് ഇമോഷണലായിട്ട് എൻലൈറ്റൻ ചെയ്യുന്നതാണല്ലോ. പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ഒരു ഇതിലേക്ക് സാഹസികമാക്കി മാറ്റുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അത് രണ്ടും തിരിച്ചറിയണം. മറ്റേത് പെട്ടെന്ന് സാഹസികരാക്കാൻ സഹായിക്കുന്നു, മറ്റേത് ശാന്തമായിരിക്കാൻ സഹായിക്കുന്നു. ഇതാണ് എൻ്റെ തിരിച്ചറിവ്. അതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ സന്ദ്രനാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. പറയൂ. നമസ്തേ. സാറേ, ഞാൻ അപസ്മാര രോഗിയാണ്. അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടായി. ദേഷ്യം വരുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഞാൻ എക്സ്ട്രീം ലെവലാണ് ഏത് കാര്യത്തോടും പ്രതികരിക്കുക. അതുപോലെ എതിർക്കുന്ന ആളുകളെ കൊല്ലാനുള്ള വരെയുള്ള അങ്ങനത്തെ ലെവലിലേക്ക് ചിന്തിക്കുക. എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുക. അതാണ് എല്ലാ കാര്യത്തിനും എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുക. അപ്പോൾ മറുപടി പറയുമ്പോൾ എക്സ്ട്രീം ലെവലായതുകൊണ്ട് എനിമീസ് കൂട്ടുക, എല്ലാവർക്കും എന്നോട് വിദ്വേഷം തോന്നുക, ആ രൂപത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ പേരെന്താ? എന്റെ പേര് വേണു എന്നാണ്. വേണുവിന്റെ ശരീരഘടന എങ്ങനെയാ? മെലിഞ്ഞിട്ടാണോ അതോ തടിച്ചിട്ടാണോ? തടിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല, മീഡിയം. അതെ, സാധാരണ ഇത്തരം പ്രവണത മെലിഞ്ഞ ആൾക്കാരിലെ കാണുന്നതെന്നാണ് ഞങ്ങളുടെ ശാസ്ത്രം പറയുന്നത്. കാരണം വാദികമായിരിക്കുന്ന ഘടനാവിശേഷമുള്ള ആൾക്കാരാണ്. അവർക്ക് ഈ ഇത്തരം പ്രവണത കൂടുതലാവാറുണ്ട്. ദേഷ്യം കൂടുതലാവുക, ഇത്തരം രോഗങ്ങളുണ്ടെങ്കിൽ. അതായത് ഈ ദേഷ്യം വരുന്നത് തന്നെ നമ്മുടെ ബലം കുറഞ്ഞിട്ടാണല്ലോ. മനോബലം കുറയുന്നവർക്കാണ് ദേഷ്യവും സങ്കടവും വളരെ വേഗം കൂടുക. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രത്യേകത ഇത് വേണ്ട. എത്ര വയസ്സായി? എനിക്ക് 45 വയസ്സായി. 45 വയസ്സായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര കാലത്തോളായിട്ടുണ്ടാവും ഈ രോഗം? ഞാൻ അപസ്മാരത്തിനാണല്ലോ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 6 വർഷം ഞാൻ ടോർവേറ്റ് 500 mg ടാബ്ലറ്റ് കഴിച്ച് നിർത്തിയിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ 1-2 തവണ ലിക്വർ ഉപയോഗിച്ചു, അമിതമായിട്ട് ഉപയോഗിച്ചു. 2 തവണ ഒഫീഷ്യലി ഉപയോഗിച്ചായിരുന്നു. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഇപ്പോഴും എനിക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. തിരിച്ചാൽ അപസ്മാരം ഉണ്ടായിട്ടില്ല, അതിന്റെ ഞാൻ ചിന്ത ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ അതിന് കൃത്യം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ലിഥിയൊക്കെ കഴിക്കുന്നവർക്ക് ഇടയ്ക്ക് രക്തമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കണം തോന്നുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അതിന്റെ ഡോസ് ഫിക്സ് ചെയ്യും. ആ മരുന്നുകളൊന്നും നിർത്താതെ തന്നെ പതുക്കെ കുറയ്ക്കാമെന്നുള്ള നിലയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന് പിന്നെ മഹാകല്യാണകൃതം എന്ന് പറയുന്ന ഒരു നെയ്യുണ്ട്. ഈ നെയ്യ് ഡോസ് അനുസരിച്ച് കൂട്ടുകയും ബ്രഹ്മി ദ്രാക്ഷാദി എന്ന് പറഞ്ഞൊരു കഷായം അത് കഴിക്കുകയും ചെയ്യുക. ഒരു 10-20 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ എന്നുള്ള രൂപത്തിൽ രാവിലെയും വൈകുന്നേരവും ഒരു യോഗ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാണായാമം, മെഡിറ്റേഷൻ. മഹാകല്യാണകൃതം, അത് 2 ടീസ്പൂൺ വീതം 2 നേരം കഴിക്കുക. അത് തുടക്കത്തിൽ കഴിക്കാവുന്ന ഡോസാണത്. അതുപോലെ ബ്രഹ്മി ദ്രാക്ഷാദി കഷായം എന്ന് പറയുന്നത്, അത് ഒരു 1/2 ഔൺസ് എടുത്തിട്ട് 1.5 ഔൺസ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കാലത്തും അതുപോലെ വൈകുന്നേരവും കഴിക്കാവുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഏജ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാനസിക രോഗം ഇവരിൽ ഉണ്ടാകുന്നത്? ചെറിയ കുട്ടികളിലെ പഠിപ്പിൻ്റെ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ബാല്യം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ 3 തരത്തിൽ ഈ രോഗവിശേഷങ്ങളെ നമുക്ക്, രോഗം വരാവുന്ന സാഹചര്യങ്ങളെ നമുക്ക് വിലയിരുത്താം. ബാല്യത്തിൽ വരുന്നത് മിക്കവാറും കുട്ടികൾക്ക് നമ്മൾ ഈ സമൂഹമോ അല്ലെങ്കിൽ കുടുംബമോ ഉണ്ടാക്കി തീർക്കുന്നതാണ് പലതും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ 3 വയസ്സ് മുതലായിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നത്. ഈ പല രാജ്യങ്ങളിൽ പോലും, ഡെവലപ്ഡ് കൺട്രീസിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ വളരെ നേരത്തെ പഠിക്കാൻ പറഞ്ഞേക്കുക, എന്നിട്ട് അന്ന് മുതൽ പഠിച്ചോ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്. അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറയുക. ഈ കുട്ടി ഒരു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നവരെ ഇത്തരം ചില പ്രവണതകൾ നമ്മുടെ ഇടയിൽ ചോദിച്ചു. പണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊന്നും വീട്ടിൽ മാതാപിതാക്കളൊന്നും ചോദിക്കില്ല, ഇപ്പോൾ അവരുടെ അടുത്തും ചോദിച്ചു തുടങ്ങിയിരുന്നു. ഈ ചോദിക്കുന്നതോടുകൂടി തന്നെ കുട്ടിക്ക് ഇത്തരം അതിൽ ശരിക്കും പറഞ്ഞാൽ ശരിയായൊരു പഠിപ്പിൽ നിന്ന് അകന്നു പോകാനാണത്. ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിക്കുക എന്നുള്ളതും അതിൽ കൂടി അവരുടെ IQ വർദ്ധിക്കും, പക്ഷേ ഇമോഷണൽ കോഷ്യൻസ് അത് കുറയും എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം ചില പ്രവണതകൾ സമൂഹത്തിൽ നിന്ന് ഇതില്ലാണ്ടാവുക വേണ്ടത്. പിന്നെ അവനവന് പറ്റുന്ന ഏതാണ് ജോലി, ഈ ജോലി സാധ്യത എന്ന് കണ്ടുകൊണ്ട്
പലപ്പോഴും ജോലിയിലുള്ള സംതൃപ്തി കുറഞ്ഞു പോവുകയും അല്ലെങ്കിൽ ജോലിയെപ്പറ്റി ഭയക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുന്നത്. ഇതൊക്കെ ഇമോഷൻസിനെ ബാധിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ എന്താ സ്ഥിതിച്ചാൽ എല്ലാത്തിനോടും പ്രതിഷേധിക്കുന്നൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം അവരുടെ മുഖമുദ്രയായി മാറുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം അവരെ സാന്ത്വനിപ്പിച്ച് ഒരു നേരമെങ്കിലും അമ്മയും അച്ഛനും അവരവരെ വാത്സല്യം അറിയിക്കാൻ ചെറുപ്പത്തിലേ ശീലിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഇത്ര വലിയ ഇത് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മാനസിക ശക്തിയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും. യൗവനത്തിലാണെങ്കിൽ എപ്പോഴും അവരുടെ ലക്ഷ്യബോധത്തിനെ ബാധിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് പഠിപ്പിക്കുക, എല്ലാവർക്കും ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണം എന്ന് വിചാരിക്കുക. അതിന് പകരം അവർക്ക് എന്താണോ ഇഷ്ടമുള്ള കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുകയും അതിനുള്ള സാധ്യതകൾ സർക്കാർ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും എഞ്ചിനീയർ ആവുകയും എല്ലാവരും ഡോക്ടർ ആകുമ്പോഴും പല എഞ്ചിനീയർമാരും കണ്ടക്ടർ വരെ ആയ ആൾക്കാർ ഞാനറിയാം. അപ്പോൾ ഇത്തരം ചിലത് സമൂഹത്തിന് നഷ്ടമല്ല. എത്ര കാശ് ചിലവാക്കിയിട്ടാണ് ഇവരെ പഠിപ്പിക്കാൻ പോകുന്നത്, പക്ഷെ അവരുടെ നല്ല മസ്തിഷ്കത്തിനെ ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ആശ്രയിക്കുന്നത് മദ്യത്തിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോ ആണ്. മദ്യം തന്നെ ചെറുപ്പക്കാരായ കുട്ടികളുടെ അടുത്ത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇപ്പോൾ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പിയർ ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. അതിൽ കൂടി ആവും വളർന്നു വരുന്നത് മദ്യം കഴിച്ചു. പിന്നെ മദ്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു ശക്തി ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നുള്ള തോന്നൽ കുട്ടികൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മനഃശക്തി ഉണ്ടാക്കുന്നത്, പുക വലിക്കുന്നത് മനഃശക്തി ഉണ്ടാകാനും ഊർജ്ജം ഉണ്ടാവേണ്ടതിനാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. മാത്രമല്ല അതല്ലാതെ തന്നെ പ്രേമം കൊണ്ട് പ്രണയം കൊണ്ടൊക്കെ നഷ്ടം വരുന്നത്, അതിൽ കൂടി മദ്യത്തിലേക്കൊക്കെ പോകുന്നത്. ഇവരെന്തോ വിചാരിച്ചു വെച്ചിട്ടുണ്ട് പ്രേമവും പ്രണയമൊക്കെ അനശ്വരമാണെന്നൊക്കെ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പല പ്രശ്നങ്ങളും കോളേജുകളിലൊക്കെ കാണാനുണ്ട്. ഇതൊക്കെയാണ് യൗവനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും. പിന്നെ അനുകരിക്കുന്ന ഒരു പ്രായമാണ്, എന്തിനെ അനുകരിക്കുക എന്നുള്ളത്. അപ്പോൾ അനുകരണത്തിൻ്റെ ഭ്രമത്തിൽ ആകെ പലരും വഴിതെറ്റി കുഴപ്പത്തിൽ ചാടാറുണ്ട്. അതിൽ ഇത്തരം ചില രോഗങ്ങളിലേക്കും പോകാറുണ്ട്. വാർദ്ധക്യത്തിൽ പിന്നെ നമുക്കെപ്പോഴും അവർ ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നെ അവരുടെ ഉള്ളിലുള്ള ഓരോ സിസ്റ്റത്തിനും ഹൃദയമോ അല്ലെങ്കിൽ കിഡ്നിയോ അല്ലെങ്കിൽ ജോയിൻസിലോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിനോ ഒക്കെ വരുന്ന ക്ഷതങ്ങൾ അവരെ മാനസികമായിട്ട് വല്ലാത്ത പീഡനങ്ങൾ അവർക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിനെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. മാനസിക രോഗത്തിൽ തന്നെ ഞങ്ങളൊക്കെ അതിനൊരു ചികിത്സാ പദ്ധതികൾ, കാരണം അധികവും ആയുർവേദം എന്ന് പറഞ്ഞാൽ വാതരോഗികളുടെ ചികിത്സയാണെന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ വളരെ സക്സസ് ആയിട്ട് വളരെ വിജയത്തോടുകൂടി ചികിത്സിക്കുന്ന സമ്പ്രദായം ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായി. മാനസിക രോഗത്തിൻ്റെയും ആയുർവേദത്തിലെ ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി.